ഇന്ന് നമ്മൾ ഇഡലിപ്പൊടിയുടെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. മിക്കവാറും എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കാം, പക്ഷെ അറിയാത്തവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇഡലിയുടെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് ദോശയുടെ കൂടി നമുക്കിത് കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അതുപോലെ നമ്മൾ ഇഡലിപ്പൊടി പൊടിച്ചതിന് ശേഷം നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മളിത് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. വേറെ ഏത് എണ്ണ ഉപയോഗിച്ചാലും അതിന് ടേസ്റ്റ് വരില്ല. അപ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ മാത്രം നമ്മൾ യൂസ് ചെയ്യണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇഡലിയുടെ കൂടിയോ ദോശയുടെ കൂടിയോ മുക്കി കഴിക്കാവുന്നതാണ്. വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ചാനൽ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഞാനിവിടെ അരി കഴുകി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി പുഴുങ്ങലരിയാണ്. നമ്മൾ ഏത് അരി നമ്മൾ ചോറിന് ഉപയോഗിക്കുന്ന ഏത് അരിയും നമുക്ക് ഈ ഇഡലിപ്പൊടിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് വാർത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ നിന്ന് വാർത്തെടുത്തിട്ടുള്ളതാണ്. നമുക്ക് ആദ്യം അരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് കടായി നന്നായിട്ട് ചൂടായിട്ട് വരണം. അതിനുശേഷം നമുക്ക് 2 ബാച്ചായിട്ട് അരി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ ഒരു ഗ്ലാസ് അരിയല്ലേ എടുത്തത്. അപ്പോൾ നമ്മൾ ആദ്യം 1/2 ഗ്ലാസ് അരി ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അന്ന് നന്നായിട്ട് അരി നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിം ആക്കിയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഫസ്റ്റ് ബാച്ചിലെ അരി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ എല്ലാവിടെയും ഒപ്പം മുരിഞ്ഞ് വരണം. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ കൈ വിടാതെ തന്നെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അല്ലാതിരുന്നാൽ എല്ലാവിടെയും എല്ലാ അരിയും ഒപ്പം ഫ്രൈ ആയിട്ട് വരില്ല കേട്ടോ. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം വീണ്ടും നമുക്ക് സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുക്കുക. അപ്പോഴും കടായി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേ നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ അരി ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. സെക്കൻഡ് ബാച്ച് അരിയും നമ്മൾ റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റിയിട്ട് വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് അരി മാറ്റിയതിന് ശേഷം മുളക് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. അത് 10 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എരിവുള്ള മുളകാണെങ്കിൽ 2 കുറയ്ക്കാം. അത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരാം. മുളക് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അത് മാറ്റാം. ഇനി നമുക്ക് ഉഴുന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് ഒരു 1/4 ഗ്ലാസോളം അരി മെഷർ ചെയ്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് ഉഴുന്ന് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ഉഴുന്നുപരിപ്പും നന്നായിട്ട് വറുത്തെടുക്കുക. ഉഴുന്ന് മാറ്റിയതിന് ശേഷം നമ്മൾക്ക് അതേ കടായിൽ തന്നെ കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് ആയിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം ഒരു കായം, ഇത്രയും വലിയൊരു കായം ചേർത്ത് കൊടുക്കുക. അതൊന്ന് മുരിഞ്ഞ് വരും. കായം റെഡി ആയിട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ കായം റെഡി ചെയ്യുന്ന അർത്ഥം. അത് മാറ്റിയതിന് ശേഷം 1 സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ജീരകം മാറ്റിയതിന് ശേഷം നമുക്കൊരു 1/4 സ്പൂണോളം ഉലുവ ചേർക്കുക. അത് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം ഒരു 1/2 സ്പൂണ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം അത് മാറ്റിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പൊടിയുപ്പ് വേണമെങ്കിലും ചേർക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഉപ്പൊന്ന് ചൂടായതിനു ശേഷം മാറ്റാം. അതിനുശേഷം ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കണം. അപ്പോൾ കായം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ട് ഇതുപോലെ ചേർത്തിട്ട് 2 ബാച്ചായിട്ട് പൊടിച്ചെടുക്കാം. നമ്മുടെ ഇഡലിപ്പൊടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കണം. അങ്ങനെ പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ 2-3 മാസം വരെ നമുക്ക് ഇത് നല്ല ഫ്രഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളൊരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. നമ്മളിതിന് മൊത്തം 10 ഇൻഗ്രീഡിയൻസാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ആ 10 ഇൻഗ്രീഡിയൻസും സെപ്പറേറ്റ് ഒരു പാനിൽ എണ്ണ ഒന്നും ഒഴിക്കാതെ സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുത്താൽ മതി. അതിനുശേഷം
നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. അതുപോലെ ഉപ്പും ഒന്ന് ചൂടാക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമുക്ക് പുതിയ നല്ല വീഡിയോസായിട്ട് ഉടനെ കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.